നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിൽ 87.94% വിജയം. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം എറണാകുളം ജില്ലയിൽ 136 സ്കൂളുകൾക്ക് 100% വിജയം. തിരൂരിൽ ദന്തൽ ക്ലിനിക്കിലും സൂപ്പർ മാർക്കറ്റിലും മോഷണം നടത്തിയ പ്രതിയെ തിരൂരിലെത്തിച്ച് തെളിവെടുത്തു. വിവിധ ജില്ലകളിലായി 140ഓളം മോഷണ കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി അഭിലാഷ് എന്ന കോട്ടത്തല രാജേഷിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. 100 വർഷങ്ങൾക്ക് ശേഷം തോട്ടുങ്ങൽ കുടുംബം പരസ്പരം കണ്ടു. താനാളൂരിൽ നിന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ജോലി ആവശ്യാർത്ഥം കോഴിക്കോട്ടേക്ക് പോയ ജമാലുവിന്റെ മക്കളാണ് രക്തബന്ധം തേടി തിരിച്ചെത്തിയത്. ജില്ലയിലെ ലഹരി വ്യാപനം തടയാൻ ലഹരി നിർമ്മാർജ്ജന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. മാഫിയകളുടെ അതിപ്രസരം തടഞ്ഞ് ജില്ലയെ ലഹരി മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,96,092 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.2 ആണ്. ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 3,831 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. +2 VHSE പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിൽ 87.94% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം എറണാകുളം ജില്ലയിലാണ്. സംസ്ഥാനത്ത് എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ A+ നേടിയവരും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും മലപ്പുറം ജില്ലയിലാണ്. 6,707 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയത്തിലും A+ നേടി നേട്ടം കൈവരിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 243 സ്കൂളുകളിലായി, റെഗുലർ വിഭാഗത്തിൽ 57,629 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 51,543 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. 6,707 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി വിജയം കൈവരിച്ചു. ഓപ്പൺ സ്കൂളുകളിൽ 51.52% വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പരീക്ഷ എഴുതിയ 18,722 വിദ്യാർത്ഥികളിൽ 9,645 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. 270 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 78.38% വിജയമാണ് ജില്ലയ്ക്കുള്ളത്. 259 വിദ്യാർത്ഥികളിൽ 203 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ളത്. 11 പേർ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സർക്കാർ സ്കൂൾ എന്ന നേട്ടം ജില്ലയിൽ കോട്ടക്കൽ രാജാസ് GHSS നേടി. VHSE പരീക്ഷാഫലത്തിലും ജില്ലയ്ക്ക് അഭിമാനകരമായ നേട്ടമാണുള്ളത്. പരീക്ഷ എഴുതിയ 2,080 വിദ്യാർത്ഥികളിൽ 1,731 വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന് യോഗ്യത കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം 75.93% വിജയമായിരുന്നു VHSEയിൽ. VHSE കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് NSQF സ്കീമിൽ ജില്ലയിൽ പരീക്ഷ എഴുതിയ 497 വിദ്യാർത്ഥികളിൽ 410 പേരും യോഗ്യത നേടി. 82.49% വിജയം. തിരൂരിൽ ദന്തൽ ക്ലിനിക്കിലും സൂപ്പർ മാർക്കറ്റിലും മോഷണം നടത്തിയ പ്രതിയെ തിരൂരിലെത്തിച്ച് തെളിവെടുത്തു. വിവിധ ജില്ലകളിലായി 140ഓളം മോഷണ കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി അഭിലാഷ് എന്ന കോട്ടത്തല രാജേഷിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. 2020 ജൂണിൽ തിരൂർ പോലീസ് ലൈനിലുള്ള ഫൈസൽ ഡോക്ടറുടെ ദന്തൽ ക്ലിനിക്കിൽ വാതിൽ പൊളിച്ച് അകത്ത് കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപയും മൊബൈൽ ഫോണും CCTV ക്യാമറയും DVRും കളവ് ചെയ്തു കൊണ്ടുപോവുകയും തിരൂർ BP അങ്ങാടി ബൈപ്പാസ് ജംഗ്ഷനിലുള്ള KNC ബൗട്ടിക് എന്ന കടയുടെയും ഔജിൻ സൂപ്പർ മാർക്കറ്റ് എന്നിവയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറി 15,000 രൂപയും CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും എന്നിവ കളവ് ചെയ്തു കൊണ്ടുപോയ കേസിലെ പ്രതി കൊല്ലം സ്വദേശി അഭിലാഷ് എന്ന കോട്ടത്തല രാജേഷിനെയാണ് തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയത്. എറണാകുളം പാലാരിവട്ടം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിവിധ ജില്ലകളിലായി 140ഓളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ചെറുതും വലുതുമായി 1 ഡസനോളം ആനകളുടെ ഉടമയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി ഫറാഷ്. ആനകളോടുള്ള കമ്പം മൂത്ത് തെർമാക്കോളിൽ ആനകളെ നിർമ്മിക്കുകയാണ് തിരൂർ മുറിവഴിക്കൽ സ്വദേശി മുഹമ്മദ് ഫറാഷ്. കുട്ടിക്കാലം മുതൽ ആനകളെ കണ്ടാണ് ഫറാഷിന് ആനകളോടുള്ള ഇഷ്ടം മൂത്തത്.
കുട്ടിക്കാലം മുതൽ ഫറാഷിനെ എന്നും ആകർഷിച്ചിട്ടുള്ളത് ആകാരത്തിൽ മുമ്പനായ ആനകളായിരുന്നു. തറവാട് BP അങ്ങാടിയിലായതുകൊണ്ട് നേർച്ചക്കാലത്ത് സ്ഥിരമായി നേർച്ച കാണാൻ പോയ മുഹമ്മദ് ഫറാഷ് എങ്ങനെയോ ആനക്കമ്പക്കാരനായി. ആനകൾ നിരന്നിരിക്കുന്നത് ഫറാഷിന് കൗതുക കാഴ്ചയായി. മുതിരുന്നതിനനുസരിച്ച് ആനകളോടുള്ള കമ്പം കൂടുകയല്ലാതെ കുറഞ്ഞില്ല. അന്നത്തെ കുഞ്ഞു ഫറാഷ് ഇന്ന് 10ാം ക്ലാസ്സിലെത്തിയ കൗമാരക്കാരനാണ്. ആനയെ സ്വന്തമാക്കുകയാണ് ആഗ്രഹമെങ്കിലും അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ലെന്ന് ഫറാഷിനറിയാം. അങ്ങനെയാണ് എന്തുകൊണ്ട് ആനയുടെ രൂപമുണ്ടാക്കിക്കൂടാ എന്ന ചിന്ത ഫറാഷിന്റെ മനസ്സിൽ കയറിക്കൂടിയത്. അങ്ങനെ തെർമോക്കോളും സിമന്റും കമ്പിയും നൂലും ഉപയോഗിച്ച് ആനയെ നിർമ്മിക്കാൻ തുടങ്ങി. ഒരുപാട് ശ്രമിച്ചപ്പോൾ ഒന്ന് ശരിയായി. പിന്നീട് അങ്ങോട്ട് എല്ലാം. ഫറാഷ് പറയുന്നു, അങ്ങനെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ആനയൊക്കെ കാണൽ തുടങ്ങിയതാണ്. പിന്നെ തറവാട് ഇവിടെ പുതിയങ്ങാടിന്. പിന്നെ എനിക്ക് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം തോന്നി, ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് സിമൻറ്റ്, തെർമോക്കോള്, നൂല്, പശ, കമ്പി, ഈ 4 സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കണം. തുടക്കം ഞാൻ ആദ്യം കോൺക്രീറ്റിലാണ് ഉണ്ടാക്കിയത്, പിന്നെ തെർമോക്കോളാക്കി. അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പം അതിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ആന ഉണ്ടാക്കാൻ 3-4 ആഴ്ച ഉണ്ടായിന്. പിന്നെയാണ് ശരിയായി വന്നത്. ഇപ്പോൾ ചെറുതാണെങ്കിൽ 2 ദിവസം 3 ദിവസം, കുറച്ചും കൂടി വലിപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ 1 ആഴ്ച 1.5 ആഴ്ച ഒക്കെ എടുക്കും. തെർമോക്കോള് മുറിച്ചിട്ട് ഫ്രെയിമാക്കും. കുറേ വേണോ ഫ്രെയിമാക്കിയിട്ട് ഒരുത്തി എടുക്കണം. ചെത്തിയിട്ട് ഒരുത്തി മിൻസാക്കണം. എന്നിട്ട് അതിന്മേൽ നൂല് കമ്പിയൊക്കെ വെച്ചിട്ട് സിമെൻ്റ് ഇടണം. ചെറിയ ആനകളെ ഉണ്ടാക്കാൻ 2 ദിവസമെങ്കിലും സമയമെടുക്കും. വലിയതാണെങ്കിൽ കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട്. 5 അടിയിൽ വലിയ ആനയെ ഉണ്ടാക്കുകയാണ് ഈ കുഞ്ഞു മനസ്സിന്റെ അടുത്ത ആഗ്രഹം. ആനനോടുള്ള ഇഷ്ടം ഞാനെങ്ങനെ കണ്ടിട്ട് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ആനനെ എടുത്തിട്ട് പിന്നെ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം തോന്നി ഉണ്ടാക്കണം. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് വലിപ്പമുള്ളതിനൊന്നും ഉണ്ടാക്കണമെന്ന്. വലിപ്പം ഒരു 5 അടി 4-5 അടി ഉള്ള ആനനൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. 20ഓളം ആനകളെ ഫറാഷ് ഇത്തരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ സുഹൃത്തുക്കൾ വാങ്ങിക്കൊണ്ടുപോയി. വെട്ടം മുറിവഴിക്കൽ സ്വദേശി ചെമ്പയിൽ ഹനീഫയുടെയും ഫസീലയുടെയും മകനാണ് ഫറാഷ്. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ക്ലാസ് അധ്യാപിക സുനീറയും ഫറാഷിന്റെ മാതാപിതാക്കളുമാണ് ഇവന്റെ പ്രചോദനം. നിഹാൽ, ഷമ്മാസ് എന്നിവരാണ് സഹോദരങ്ങൾ. പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടക്കുന്ന കോവിഡ് വാക്സിൻ വിതരണത്തിലെ ക്രമക്കേടിനെതിരെ UDYF പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിൽപ്പ് സമരം നടത്തി. പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടക്കുന്ന കോവിഡ് വാക്സിൻ വിതരണത്തിലെ ക്രമക്കേടിനെതിരെയാണ് UDYF പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. രജിസ്റ്റർ ചെയ്തവരെ മറികടന്ന പുറത്തൂർ പഞ്ചായത്ത് ഭരണക്കാരുടെ സ്വന്തക്കാർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഖേന വാക്സിൻ നൽകുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. രാഷ്ട്രീയം നോക്കിയുള്ള വാക്സിൻ വിതരണം അവസാനിപ്പിക്കണമെന്നും പുറത്തൂരിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്നും UDYF ആവശ്യപ്പെട്ടു. വാക്സിനേഷൻ നൽകുന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഓഫീസിൽ പ്രസിദ്ധീകരിക്കണമെന്നും വാക്സിൻ നൽകുന്നതിൽ പഞ്ചായത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും മുൻഗണന നൽകുന്ന കാര്യം കൂടി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരക്കാർ മെഡിക്കൽ ഓഫീസർക്ക് നിവേദനം നൽകി. അലി അക്ബർ പടിഞ്ഞാറക്കര അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് ലീഗ് ഉപാധ്യക്ഷൻ AP ജലീൽ ഉദ്ഘാടനം ചെയ്തു. മാസങ്ങളായി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ CHCയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വാക്സിനേഷനിൽ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടക്കുന്നത്. അതിനെതിരെയാണ് UDYF ഇപ്പോൾ ഇങ്ങനെ ഒരു വിരൽ ചൂണ്ടുന്നത്. ഇന്ന് നിൽപ്പ് സമരവുമായി വരാനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ നടന്ന വളരെ വ്യാപകമായ രീതിയിലുള്ള ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങളുമായി ഈ CHCയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ഹെൽത്ത് ഇൻസ്പെക്ടർ മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഭരണക്കാരുടെ സ്വന്തക്കാർക്ക് മാത്രം വാക്സിനേഷൻ എന്നുള്ള
ഉദ്ദേശവുമായാണ് ഇവിടുത്തെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ മുന്നോട്ട് പോയതെങ്കിൽ തീർച്ചയായും അത് അനുവദിക്കില്ല എന്നുള്ള താക്കീത് സമരമാണ് ഈ നിൽപ്പ് സമരം കൊണ്ട് UDYF ഉദ്ദേശിക്കുന്നത്. അഡ്വക്കേറ്റ് പി നസറുള്ള, CM പുരുഷോത്തമൻ മാസ്റ്റർ, പി സാദിഖ് അലി, പി നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ആർക്ക് വേണമെങ്കിലും പണം കൊടുത്ത് വാക്സിൻ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തോടു കൂടി ഈ കോവിഡിൻ്റെ 3ാം വരവുണ്ടാകുമെന്നാണ്. അതിൻ്റെ 3ാം ഘട്ടം സെപ്റ്റംബറോടുകൂടി തുടങ്ങും. ആ 3ാം ഘട്ടം വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കണമെങ്കിൽ ഓരോ സംസ്ഥാനവും അവിടുത്തെ ജനസംഖ്യയുടെ 70% ആൾക്കെങ്കിലും പ്രതിരോധ വാക്സിൻ എടുക്കണം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി KSTU തിരൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ഓൺലൈൻ പഠനത്തിന് എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഏകീകൃത ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകണമെന്ന് KSTU ആവശ്യപ്പെട്ടു. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ നിൽപ്പ് സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി M. അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഡിജിറ്റൽ ഡിവൈസിൻ്റെ ലഭ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നിയോഗിക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയായിട്ടുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ കണക്ക് പ്രകാരം ഏകദേശം 7 ലക്ഷത്തോളം കുട്ടികൾക്ക് കേരളത്തിൽ ഡിജിറ്റൽ ഡിവൈസ് ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. ഓൺലൈൻ പഠനത്തിന് എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഏകീകൃത ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകണമെന്ന് KSTU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ M. അഹമ്മദ് ആവശ്യപ്പെട്ടു. SSLC, +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കെങ്കിലും വാക്സിനേഷൻ നൽകി ഒന്നിടവിട്ട ദിവസങ്ങളിൽ 50% വീതം സ്കൂളിൽ ഹാജരാകാൻ സാഹചര്യമുണ്ടാക്കുക, ഉപരിപഠനത്തിന് എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമൊരുക്കുക, എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ വിദ്യാഭ്യാസ രംഗത്ത് അടിയന്തരമായി പരിഹാരം കാണേണ്ട വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പ്രതിഷേധ സമരം നടത്തിയത്. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് P. സാജിദ് അധ്യക്ഷത വഹിച്ചു. തിരൂർ മുനിസിപ്പൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ K. അബ്ദുസലാം മുഖ്യപ്രഭാഷണം നടത്തി. KSTU സംസ്ഥാന സെക്രട്ടറി VA ഗഫൂർ, ജില്ലാ ഭാരവാഹികളായ EPA ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ട്രാൻസ്ജെൻഡർ അനന്യയുടെ മരണത്തിൽ പ്രതിഷേധിച്ച ട്രാൻസ്ജെൻഡർ സമൂഹം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ജീവിക്കാനുള്ള അവകാശത്തിനായി പോരാട്ടം കുറിക്കുമെന്ന് അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി. കുറ്റിപ്പുറം നിളയെ സാക്ഷിയാക്കി ട്രാൻസ്ജെൻഡർ സമൂഹം പ്രതിജ്ഞയെടുത്തു. ട്രാൻസ്ജെൻഡർ അനന്യ അലക്സിന്റെ വേർപാടിന്റെ കണ്ണീർ ഇനി പ്രതിഷേധ ജ്വാലയായി മാറേണ്ടതുണ്ടെന്ന് ട്രാൻസ്ജെൻഡർ സമൂഹം നിലപാടെടുത്തു. നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അധികാരികളുടെ നിസ്സംഗത ന്യായീകരിക്കാനാകില്ലെന്നും ജീവിക്കാനുള്ള അവകാശത്തിനായി പോരാട്ടം കുറിക്കുമെന്നും കുറ്റിപ്പുറത്ത് നിളയെ സാക്ഷിയാക്കി ട്രാൻസ്ജെൻഡർ സമൂഹം അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പ്രതിഷേധ സംഗമം പരിസ്ഥിതി സംഘം ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മൾ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അനന്യ എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് അനന്യക്ക് ഇനിയൊരു ബദലില്ല എന്നുള്ളതാണ്. അനന്യ എന്നതിൻ്റെ നിർവചനം തന്നെ ബദലുകൾ കണ്ടെത്താനാവാത്തത് എന്നാണ്. അങ്ങനെയുള്ളൊരു പ്രതിഭ തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ മേഖലയിൽ ആക്ടിവിസ്റ്റ് കൂടിയായ അനന്യ. ആ അനന്യയാണ് നമ്മുടെ മുന്നിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. നാളെ ഇത് എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മൗലിക അവകാശമായ സുഭിക്ഷതയും നിർഭയത്വവും തന്നെയാണ് നമുക്ക് ആവശ്യം. ഇത് നൽകേണ്ടത് ഭരണകൂടമാണ്. അനന്യയ്ക്ക് പിന്നിൽ മറ്റൊരു മരിച്ച ഒരു പങ്കാളി കൂടിയുണ്ട്, നാം വിസ്മരിച്ചു പോയിക്കൂടാ. അനന്യയുടെ മരണത്തെ തുടർന്ന് മരിച്ചുപോയ ജിത്തു ദീപിനെയും നാം വളരെ ഗൗരവത്തോട് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരോഗ്യ മേഖലയിലെ ഗൂഢമായ തന്ത്രങ്ങളും കള്ളക്കളികളും പുറത്തു വരുത്താൻ അനന്യ ഒരു നിമിത്തമായി മാറിയിരിക്കുകയാണ്. അനന്യ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതന്ന ചോദ്യത്തിന് ഉത്തരം കാണേണ്ട ഉത്തരവാദിത്വം ബഹുജന സമൂഹത്തിനാണ്. മലയാള മണ്ണിൽ ഇനി ഒരു അനന്യയ്ക്കും ഈ ദുർവിധി വരാതിരിക്കാനുള്ള കരുത്ത് ആവാഹിക്കുമെന്ന് ട്രാൻസ്ജെൻഡർ സമൂഹം പ്രതിജ്ഞയെടുത്തു. നേഹ സി മേനോൻ അധ്യക്ഷത വഹിച്ചു. ഷഫീഖു കുറ്റിപ്പുറം അനുസ്മരണ പ്രഭാഷണം നടത്തി. നീരാഞ്ജന, സസ്മ സുസ്മി, മോനിഷ ശേഖർ, വനജ, ഹുസ്ന ചെറിയാൻ, N. കീർത്തന, PK സീമ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യനെന്ന മനോജ്ഞ പദത്തെ മഹത്വമാക്കുക നാം. പ്രിയപ്പെട്ടവരെ, ഏറ്റുപറയുക, മനുഷ്യനാകുക നാം, മനുഷ്യരാകുക നാം. മനുഷ്യനെന്ന മനോജ്ഞ
മനുഷ്യനെന്ന മനോജ്ഞ പദത്തെ മഹത്വമാക്കുക നാം. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ താന്നാളൂർ ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി ജനപ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. താന്നാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ താന്നാളൂർ ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായാണ് ജനപ്രതിനിധി സംഗമം നടത്തിയത്. താന്നാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ഉദ്ഘാടനം ചെയ്തു. ഓരോ വാർഡിൽ നിന്നും ചുരുങ്ങിയത് 500 പേർക്കെങ്കിലും ഭക്ഷണം എത്തിക്കാൻ തീരുമാനമായി. ഇതിനായി വാർഡ് തലത്തിൽ കുടുംബശ്രീ, ആശ, RRT അംഗ ക്ലബ്ബുകൾ, മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ കോർഡിനേഷൻ രൂപീകരിക്കും. മട്ടത്താണി CK ആർക്കേഡിൽ വെച്ച് നടന്ന പരിപാടിയിൽ MC അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. തിരു കിൻഷിപ്പ് കോർഡിനേറ്റർ നാസർ കുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അബ്ദുറസാഖ്, സ്ഥിരം സമിതി അധ്യക്ഷൻ P സതീശൻ, അംഗങ്ങളായ ചാത്തേരി സുലൈമാൻ, K ഫാത്തിമ ബീവി, ഷബ്ന ആഷിഖ്, P ജ്യോതി, CDS പ്രസിഡന്റ് സൗമിനി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും ഓയിസ്ക ഇന്റർനാഷണലും സംയുക്തമായി ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും ഓയിസ്ക ഇന്റർനാഷണലും സംയുക്തമായാണ് കൂട്ടായിൽ വാടിക്കടവത്ത് വെച്ച ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചത്. വെട്ടത്തുനാട് ചരിത്ര സമിതി പ്രസിഡന്റ് KK അബ്ദുൾ റസാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരൂരിലെ വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും ഓയിസ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും തിരൂർ ചാപ്റ്ററും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മളിവിടെ നിന്ന് സംഘടിപ്പിക്കുന്നത്. ഇതിന് മുഖ്യമായ ഉദ്ദേശം എന്താ വെച്ചാൽ പ്രകൃതി വരും തലമുറയ്ക്ക് പ്രകൃതിയോട് എങ്ങനെ ഇഴകി ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. വെറും നമ്മളുടെ സാമ്പത്തികമായിട്ടും മറ്റുള്ള എന്താ പറയാ പണമുണ്ടായതുകൊണ്ട് മാത്രം പോരാ. ഇനി വരുന്ന തലമുറയ്ക്ക് പ്രകൃതി സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ള പ്രകൃതിയോടൊപ്പം തന്നെ മറ്റുള്ള ജീവജാലങ്ങളെ എല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ഈ പുതുതലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൈമാറുന്നത്. വരും തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കാമെന്നും നാളേക്കായി കരുതി വെക്കേണ്ടത് പണമല്ല പ്രകൃതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. KC അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ ഭാഗമായി തോണിയാത്രയും സംഘടിപ്പിച്ചു. മെമ്പർമാരായ ഷമീർ കള്ളത്തിങ്ങൽ, രവീന്ദ്രൻ ഉള്ളാട്ടിൽ, PP നിസ്താർ, PP നാസിബ് എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ ലഹരി വ്യാപനം തടയാൻ ലഹരി നിർമ്മാർജ്ജന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. മാഫിയകളുടെ അതിപ്രസരം തടഞ്ഞ് ജില്ലയെ ലഹരി മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KM റഫീഖ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ലഹരി വ്യാപനവും മാഫിയകളുടെ അതിപ്രസരവും തടഞ്ഞ് ജില്ലയെ ലഹരി മുക്തമാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ അതിന് അടിമപ്പെടുന്നത് വിദ്യാർത്ഥികളാണ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ നമുക്കറിയാം, ഒരു വിദ്യാലയത്തിന്റെ 100 മീറ്റർ അകലങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത് വിദ്യാലയത്തിന്റെ തൊട്ടടുത്തുള്ള കടകളാണ്. നമ്മളെ അറിവില്ലായ്മ അല്ലെങ്കിൽ അതിൽ എന്താണ് എന്ന് തൊട്ടു നോക്കാനും രുചിച്ച് നോക്കാനും ഒക്കെയുള്ള ഒരാകാംക്ഷയിൽ നിന്നാണ് നമ്മൾ അതിന് അടിമപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാം. ജില്ലാ പഞ്ചായത്തും ലഹരി നിർമ്മാർജ്ജന സമിതിയും ചേർന്ന് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റഫീഖ. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മികച്ച NSS പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട മേലാറ്റൂർ ഹയർ സെക്കൻഡറി അധ്യാപകനും ജില്ലാ പഞ്ചായത്ത് LNS ഡോക്യുമെന്റേഷൻ കൺവീനറുമായ PP അബ്ദുള്ള, ഉത്തരമേഖലയിൽ മികച്ച വളണ്ടിയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇതേ സ്കൂളിലെ MM അപർണ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. മത്സര വിജയികളായ 23 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റോയും പഠനോപകരണങ്ങളും പ്രസിഡന്റ് വിതരണം ചെയ്തു. തുടർന്ന് ഹാളിൽ കൂടിയവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. വിദ്യാലയവും പരിസരവും സമ്പൂർണ്ണ ലഹരിമുക്തമാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും ലഹരിയോ വിളമ്പുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്നും ലഹരി ഉപയോഗിക്കുന്നവരുമായി ഹാനികരമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആയതുകൊണ്ട് പ്രസ്തുത വിഷവസ്തുക്കൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ്, കൺവീനർ PP അലവിക്കുട്ടി, LNS വർക്കിംഗ് പ്രസിഡന്റ് PMK കാഞ്ഞിയൂർ, സെക്രട്ടറി OK കുഞ്ഞിക്കോമ്പ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV മനാഫ്, VKM ഷാഫി, മൂർക്കത്ത് ഹംസ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി നാലകത്ത് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയവരുടെ വാഹനം പിടിച്ചെടുത്തു. D കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആദവനാട്
അയ്യപ്പനോവ് വെള്ളച്ചാട്ടം കാണാനെത്തിയ 30ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇവരുടെ വാഹനങ്ങളും പിടിച്ചെടുത്തു. TPR നിരക്ക് ഉയർന്നതിനെ തുടർന്ന് D കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ ആദവനാട് പഞ്ചായത്തിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ്. പഞ്ചായത്തിലെ അയ്യപ്പനോവ് മിനി വെള്ളച്ചാട്ടം കാണുന്നതിനായി എത്തിയ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ദൂരദിക്കുകളിൽ നിന്നടക്കം ലോക്ക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചും സാമൂഹിക അകലം പാലിക്കാതെയും എത്തിയ 30ഓളം പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. ആദവനാട് പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അയ്യപ്പനോവ് മിനി വെള്ളച്ചാട്ടം. 25ഓളം പേരിൽ നിന്ന് പിഴ ഈടാക്കുകയും 6ഓളം ബൈക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ദൂരദിക്കുകളിൽ നിന്നും യുവാക്കൾ ബൈക്കുകളിലും മറ്റുമായി അയ്യപ്പനോവിലെത്തിയിരുന്നതായി വളാഞ്ചേരി പോലീസ് അറിയിച്ചു. പിടികൂടിയവരിൽ ഇരുമ്പിളിയം, വളാഞ്ചേരി, കോട്ടക്കൽ, മാറാക്കര, പരപ്പനങ്ങാടി, താനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഉണ്ടായിരുന്നു. നിലവിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഞ്ചായത്തുകളും നഗരസഭയും കർശന നിയന്ത്രണങ്ങളുള്ള D കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വളാഞ്ചേരി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ് നേതൃത്വം നൽകി. CPOമാരായ അബ്ദുറഹ്മാൻ, കൃഷ്ണപ്രസാദ്, രാധാകൃഷ്ണപിള്ള എന്നിവരും MSPയിലെ ബൈജു, വിനോദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തുടർന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ D കാറ്റഗറിയിലുള്ള സ്ഥലങ്ങളിൽ കുന്നിൻ പ്രദേശങ്ങളിലും മറ്റും യുവാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO അഷ്റഫ് അറിയിച്ചു. തിരൂരിലും പരിസരത്തും കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പരിശ്രമം നടത്തിയ മുൻ KPCC മെമ്പറും DCC വൈസ് പ്രസിഡന്റുമായിരുന്ന K ബാലന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. തിരൂരിലും പരിസരത്തും കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പരിശ്രമം നടത്തിയ മുൻ KPCC മെമ്പറും DCC വൈസ് പ്രസിഡന്റുമായിരുന്ന K ബാലന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി SSLCയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പരിപാടി ഓൺലൈനായി ആരിടം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവായിരുന്നു ശ്രീ ബാലൻ. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികമാണ്. ഈ ജില്ലയിൽ പ്രത്യേകിച്ച് തിരൂർ താലൂക്ക് കോൺഗ്രസിനെ പടുത്തുയർത്തുന്നത് വളരെയധികം പ്രയാസങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ മണ്ഡലം മുതൽ ജില്ല വരെ അദ്ദേഹം ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലയിലെ വൈസ് പ്രസിഡൻ്റായും ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായും മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായും എല്ലാ തുറകളിലും പ്രവർത്തിച്ചു. KPCCയിലെ അംഗവുമായിരുന്നു ശ്രീ ബാലൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മത്സ്യത്തൊഴിലാളികൾക്കും ബാക്കി കർഷക തൊഴിലാളികൾക്കും അതുപോലുള്ള എല്ലാ ജനവിഭാഗത്തിനും വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. ET മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം ചേന്നര അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി EP രാജീവ്, നിഷ രാജീവ്, K പാത്തുമ്മക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ കോവിഡ് വൈറസിന് പിറകെ ചിന്തിക്കുമ്പോഴും ഓരോ 30 സെക്കൻഡിലും ഒരാൾ ഹെപ്പറ്റൈറ്റിസ് മൂലം മരണപ്പെടുന്നുവെന്ന അവബോധം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതായിരുന്നു ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം. പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. ചടങ്ങിൽ മലപ്പുറം ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇസ്മായിൽ K മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയുടെ ഭാഗമായി പൊതുസമൂഹത്തിൽ ഹെപ്പറ്റൈറ്റിസ് രോഗവുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കുന്നതിനായി പോസ്റ്റർ പ്രദർശനവും ഹെപ്പറ്റൈറ്റിസ് രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബേബി, ജില്ലാ ആശുപത്രി ഉദര കരൾ രോഗ വിഭാഗ മേധാവി ഡോക്ടർ മുരളീകൃഷ്ണൻ M, നഴ്സിംഗ് സൂപ്രണ്ട് നളിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ രഘു, സ്റ്റാഫ് സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു. അതൊരുപാട് കാരണങ്ങളുണ്ട്. അത് നമുക്കറിയാം, പകർച്ചവ്യാധി രോഗങ്ങളായ വൈറസ് രോഗങ്ങളായ അതെല്ലാം തന്നെ ഒട്ടനവധി പകർച്ചവ്യാധി രോഗങ്ങൾ. ഡെങ്കി, ബ്ലോക്ക് വന്നു ലിവറിന്റെ അതിന്റെ ഉത്പാദനത്തിനും അതിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നതെല്ലാം ബ്ലോക്ക് വന്നേക്ക് വരാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. മഞ്ഞ നിറത്തിലുള്ള മൂത്രമോ അല്ലെങ്കിൽ മഞ്ഞ രക്തത്തിന് മഞ്ഞ നിറമോ ഇതിന് കാരണമാണ്. 12 വയസ്സുള്ള ആൺകുട്ടിക്ക് വാട്സപ്പിൽ അശ്ലീല ചിത്രങ്ങൾ അയച്ച അധ്യാപകൻ പിടിയിൽ. വളാഞ്ചേരി എടയൂർ സ്വദേശി മുഹമ്മദ് സാലിഹിനെയാണ് പിടികൂടിയത്. ഓൺലൈൻ ക്ലാസിന്റെ മറവിൽ സൗഹൃദം സ്ഥാപിച്ചാണ് വ്യാജ അധ്യാപകൻ എന്ന സാലിഹ് അശ്ലീല മെസ്സേജ് അയച്ചത്. ഓൺലൈൻ ക്ലാസിന്റെ മറവിൽ വിദ്യാർത്ഥിക്ക് അശ്ലീല ചിത്രങ്ങൾ അയച്ച വ്യാജ അധ്യാപകൻ ചങ്ങനകുളം പോലീസിന്റെ പിടിയിലായി. വളാഞ്ചേരി എടയൂർ സ്വദേശി 24-കാരനായ പനച്ചിക്കൽ ഹൗസ് മുഹമ്മദ് സാലിഹിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്.
ചങ്ങരകുളം സ്വദേശിയായ 12-കാരനെയാണ് മുഹമ്മദ് സ്വാലിഹ് അധ്യാപകനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാട്സപ്പിൽ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അശ്ലീല ചുവയുള്ള മെസ്സേജുകളും ഫോട്ടോകളും അയക്കുകയും ചെയ്തത്. മാതാപിതാക്കൾ വിവരം അറിയിച്ചതനുസരിച്ച് ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ ചങ്ങരകുളം CI ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ഓപ്പറേഷൻ പി ഹണ്ട് പരിശോധനയിൽ ഏതാനും മാസം മുമ്പ് ഇയാൾ പിടിയിലായിട്ടുണ്ട്. പോക്സോ പ്രകാരം കേസെടുത്ത പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. പ്രവാസികളുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയായ നമ്മൾ പ്രവാസികൾ വാർഷിക സംഗമം സംഘടിപ്പിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം റംല ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയായ നമ്മൾ പ്രവാസികൾ വാർഷിക സംഗമം സംഘടിപ്പിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം റംല ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയുടെ വാർഷികാനുമോദനങ്ങളുടെ ഭാഗമായി ഭാരവാഹികളെ ആദരിച്ചു. നമ്മൾ പ്രവാസികൾ പ്രസിഡന്റ് അലിമോൻ പെരിന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി മുസ്തഫ PK, മുൻ പ്രവാസി സാമൂഹിക പ്രവർത്തകൻ ബഷീർ TBR, പടിഞ്ഞാറേക്കര ബീച്ച് മാനേജർ സലാം താണിക്കാട്, റസാഖ് C വൈരങ്കോട്, കുഞ്ഞുണ്ണി, നസറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,96,902 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.2 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 3,931, തൃശൂർ 3,005, കോഴിക്കോട് 2,400, എറണാകുളം 2,397, പാലക്കാട് 1,649, കൊല്ലം 1,462, ആലപ്പുഴ 1,461, കണ്ണൂർ 1,179, തിരുവനന്തപുരം 1,101, കോട്ടയം 1,067, കാസർഗോഡ് 895, വയനാട് 685, പത്തനംതിട്ട 549, ഇടുക്കി 375 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പരിശോധനയാണ് ഇന്ന് നടന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,96,902 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.2 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 131 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,457 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 120 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വന്നവരാണ്. 20,960 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 876 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 100 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 3,831 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 12.26% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 3,831 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 12.26% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസം ഇത് 13.97% ബുധനാഴ്ച രോഗം ബാധിച്ചവരിൽ 3,679 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 84 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധയുണ്ടായത്. കൂടാതെ വിദേശത്ത് നിന്നും ജില്ലയിലെത്തിയ 28 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 39 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 1,501 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണപ്പെട്ടത്. 2,557 പേരാണ് ബുധനാഴ്ച ജില്ലയിൽ കോവിഡ് മുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയവരുടെ എണ്ണം 3,69,978 ആയി. 100 വർഷങ്ങൾക്ക് ശേഷം തോട്ടുങ്ങൽ കുടുംബം പരസ്പരം കണ്ടു. താനാളൂരിൽ നിന്ന് 100 വർഷം മുൻപ് ജോലി ആവശ്യാർത്ഥം കോഴിക്കോട്ടേക്ക് പോയ ജമാലുവിന്റെ മക്കളാണ് രക്തബന്ധം തേടി തിരിച്ചെത്തിയത്. സമാഗമത്തിന്റെ ആരവം തോട്ടുങ്ങൽ തറവാട്ടിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. കാലമല്ല, ബന്ധത്തിന്റെ ആഴമാണ് വലുതെന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഡയലോഗ് നമുക്കിവിടെ ഒരിക്കൽ കൂടി ഓർക്കാം. അതെ, സത്യമാണത്. കാലമെത്ര കഴിഞ്ഞാലും സത്യമുള്ള ബന്ധങ്ങൾ തിരിച്ചെത്തുക തന്നെ ചെയ്യും. രക്തത്തിന് പച്ചവെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന ആപ്തവാക്യം ഓർമ്മിപ്പിച്ച് നൂറ്റാണ്ട് കാലത്തിനു ശേഷം ഇവിടെ ഒരു കുടുംബം ഒത്തുചേർന്നു. താനാളൂരിലെ തോട്ടുങ്ങൽ തറവാട്ടിലാണ് നൂറ്റാണ്ട് കാലത്തിനു ശേഷം ഒരു പുനഃസമാഗമം നടന്നത്. അതിന്റെ ആരവം അടങ്ങും മുമ്പ് നമുക്ക് തോട്ടുങ്ങൽ തറവാട് വരെ പോയി വരാം. ജോലി ആവശ്യാർത്ഥം താനാളൂരിൽ നിന്നും പോയ ജമാലുവിന്റെ മക്കളായ കോയാമുവും ഷരീഫയുമാണ് ബന്ധങ്ങളുടെ ദൃഢത കാലമെത്ര കഴിഞ്ഞാലും ദുർബലപ്പെടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് തിരിച്ചെത്തിച്ചത്. കോയാമുവിന് ഇപ്പോൾ 76ഉം ഷരീഫയ്ക്ക് 82ഉം വയസ്സാണ് പ്രായം. 1922 ജോലി ആവശ്യാർത്ഥം നാടുവിട്ട ജമാലു എത്തിയത് കോഴിക്കോട് കിനാലൂരിലായിരുന്നു. അവിടെ ജോലി സമ്പാദിച്ച ജമാലു പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഇതിനിടയിൽ ഇവിടെ നിന്നും തന്നെ വിവാഹം കഴിച്ച് ജമാലു അവിടെ സ്ഥിര താമസമാക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും തിരിച്ചു വരണമെന്ന് ജമാലുവിന് തോന്നിയില്ലായിരിക്കാം. എന്നാൽ മക്കൾക്ക് അങ്ങനെയായിരുന്നില്ല. കോയാമുവിനും ഷരീഫയ്ക്കും ചെറുപ്രായത്തിൽ തന്നെ കുടുംബവേരുകൾ കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് പലവിധ ശ്രമങ്ങൾ നടത്തി. പക്ഷേ കാലം എല്ലാം മറച്ചുവെച്ചു. ഇതിനിടയിൽ 36 വർഷം മുമ്പ് ജമാലു മരിക്കുകയും ചെയ്തു. അതിനിടെയാണ് അയൽവാസിയായ അബ്ദുള്ള വഴി കുടുംബത്തെ കണ്ടെത്താൻ കോയാമുവിനും ഷെരീഫയ്ക്കും ഭാഗ്യം ലഭിക്കുന്നത്. 22 വാപ്പ ഇവിടുന്ന് അങ്ങോട്ട് വന്നതാ.
കിനാലൂർ എസ്റ്റേറ്റിലേക്ക്. ജോലിയൊന്നും ഇല്ലായിട്ട് ഇവിടെ അതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ ഈ കുടുംബക്കാരെ കണ്ടുമുട്ടുന്നത്. കുടുംബക്കാരല്ല, മക്കള് എളാപ്പായി ഒക്കെ കണ്ടുമുട്ടുന്നത്. വാപ്പിയൊക്കെ മരിച്ചു ഏടാന്നുള്ളത് അറിയായിട്ട് ഇയാള് കണ്ടുപിടിച്ചതാ ഗൾഫിന്ന്. പോകാൻ കാരണം ഇവിടെ ജോലിയൊന്നുമില്ല, അങ്ങനെ നാട് വിട്ട് പോന്നോട്ടാ. അങ്ങനെ എസ്റ്റേറ്റ് കിനാലൂർ എസ്റ്റേറ്റിലെത്തി. പിന്നെ ഇപ്പോൾ കുടുംബം ഒന്നും അറിയാണ്ടായിപ്പോയി. ഇപ്പോൾ ഇവര് ഞങ്ങളെ കൂട്ടിയാണെങ്കിൽ ഇവിടെ എത്തിച്ച. അബ്ദുള്ളയും ഷമീം താനാളൂരും സുഹൃത്തുക്കളാണ്. റാസൽ കൈമയിൽ നിന്നുള്ള ബന്ധമാണ് ഇരുവരുടേത്. പ്രവാസം മതിയാക്കിയ അബ്ദുള്ള ഷമീം നാട്ടിൽ വന്നതറിഞ്ഞ് കാണാൻ താനാളൂരിലേക്ക് വന്നതാണ് സംഗമത്തിന് വഴിയൊരുക്കിയത്. ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളും ഞാനും ഒരു 10 വർഷമായിട്ട് റാസൽ കൈമയിൽ സുഹൃത്തുക്കളാണ്. ഒരു 4 വർഷം മുമ്പ് അദ്ദേഹം കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് വരുന്ന വഴിയിൽ തോട്ടുങ്ങൽ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് അത് അദ്ദേഹം മനസ്സിൽ വെച്ചെന്നുള്ളൂ. അങ്ങനെ പോയി അദ്ദേഹം തിരിച്ച് കോഴിക്കോട് എത്തിയപ്പോൾ പിന്നെ ഈ തോട്ടുങ്ങൽ സ്റ്റോറിൻ്റെ പേരിൽ മേലെ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ അവരെ വീട്ടുകാർക്ക് കൊടുത്ത്. പക്ഷെ എന്താ കാരണവശാലും അത് മിസ്സായിപ്പോയി. പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് അദ്ദേഹം പിന്നായിട്ട് ബന്ധപ്പെട്ട് അയാളെ നാട്ടിലേക്ക് കിനാലൂർക്ക് ഞാൻ പോയ സമയത്ത് പിന്നെ നിങ്ങൾ നാട്ടുകാരുണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആ അടിസ്ഥാനത്തിൽ പിന്നെ തോട്ടുങ്ങലുള്ള ഈ നാട്ടിലുള്ള ഈ അദുറേജിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട നാസർ തോട്ടുങ്ങൽ, ഉസ്മാനാജി തോട്ടുങ്ങൽ ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ നാട്ടുകാർ പിന്നെ കിനാലൂരുണ്ട് എന്ന് പറഞ്ഞു. താനാളൂർ തറയിലുള്ള തോട്ടുങ്ങൽ സ്റ്റോറിന്റെ ബോർഡാണ് പുനഃസമാഗമത്തിന് വഴിവെച്ചത്. സമാനമായ പേരിൽ ഒരു തറവാട് കിനാലൂരിൽ ഉള്ളതായി അബ്ദുള്ള ഷമീമിനെ അറിയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയെത്തിയ അവർ ബന്ധുക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി അറിഞ്ഞ ഷമീം കിനാലൂരിലെത്തി ജമാലുവിന്റെ മക്കളുമായി സംസാരിച്ചു. തിരികെ താനാളൂരെത്തിയ ഷമീം ഇവിടെയുള്ള തോട്ടുങ്ങൽ തറവാട്ടിലും സംസാരിച്ചതോടെ സമാഗമത്തിന് വഴിയൊരുങ്ങി. ഞാനിവരെ കോയാമുക്കാൻ്റെ അയൽവാസിയായിരുന്നു. എൻ്റെ സ്വന്തം സ്ഥലം തിരൂറാണ്, വെട്ടത്താണ്. ഞാൻ അവിടെ വീട് താമസമായിട്ട് 30 കൊല്ലം പോലായി. അന്ന് മോളിച്ചേ മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പരെ കുടുംബത്തിനെ പറ്റി താണാളൂരാണ് വീട്, എൻ്റെ തോട്ടങ്ങളിലെ തറവാട്ടങ്ങളൊന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും വലിയൊരാഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പിട്ട് ഓരോന്ന് ബന്ധപ്പെടുത്തണമെന്നുള്ള. അങ്ങനെ സുഹൃത്ത് വഴി കണ്ട് പിന്നെ കുടുംബം ഒന്ന് വലിയൊരാഗ്രഹം, മൂപ്പരെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു അത്. മൂപ്പരെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണാനും. ഏകദേശം ഒരു 100-102 വർഷങ്ങൾക്ക് മുമ്പ് വാപ്പാൻ്റെ വാപ്പ വല്യാപ്പ ഇവിടുന്ന് നമ്മളെ കിനാലൂർ എസ്റ്റേറ്റ്, കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കിനാലൂർ എസ്റ്റേറ്റിലേക്ക് ജോലിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അത് കുറേ വർഷങ്ങൾ അവിടെ നിന്ന് അവിടെ വല്യാപ്പ ഒരു നാട്ടുകാരനവരായിട്ട് തന്നെ പണ്ട് വസൂരി ഒക്കെ പിടിപെട്ടക്കാലത്ത് വല്യാപ്പായിരുന്നു ഇങ്ങനെ മയ്യത്തിനൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് കവറടിക്കുക. അന്നപ്പോൾ ആരും ഇതിന് തയ്യാറാകുന്ന കാലത്ത് അപ്പോൾ അങ്ങനത്തെ നാട്ടിലൊരു പ്രമുഖ വ്യക്തിയായിട്ട് അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെയും തോട്ടുങ്ങൽ എന്നുള്ളൊരു കുടുംബമാണെന്നുള്ളത്. ആ തോട്ടുങ്ങൽ എന്നായിട്ട് എൻ്റെ വാപ്പയൊക്കെ എപ്പോഴും തോട്ടുങ്ങൽ കോയാമു എന്നുള്ള രീതിയിൽ അഡ്രസ്സിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെയും ഒക്കെ തറവാടിൻ്റെ പേര് ഇപ്പോഴും തോട്ടുങ്ങൽ എന്ന് എഴുതിയിട്ടുള്ള നെയിം ബോർഡ് അവിടെ ഉള്ളത്. അപ്പോൾ ആ നാട്ടുകാരവരെ എപ്പോഴേ ചോദിക്കലുണ്ട് ഏതാണ് തോട്ടുങ്ങൽ എന്താണ്. അപ്പോൾ ഞാനൊക്കെ പറയും ഇങ്ങനെ ആളൂരാണ്, വല്യാപ്പന ആടാണ് കപ്പയിലാണ് അറിയപ്പെടുന്നത്. അതാണ് ഇപ്പോൾ ഏകദേശം ഞങ്ങളെല്ലാവരും ഒരു ബന്ധപ്പെട്ട് എല്ലാവരെയും കണ്ട് വളരെ സന്തോഷം. 76-കാരനായ കോയാമുവും ബന്ധുക്കളും കഴിഞ്ഞ ദിവസം താനാളൂരിലെ തറവാട്ടിലെത്തി. എല്ലാവരെയും കണ്ണിറയെ കണ്ടു. ജമാലുവിന്റെ മക്കളും പേരമക്കളുമടക്കം കിനാലൂരിൽ ഇപ്പോൾ 75ഓളം പേരുണ്ട്. കുടുംബങ്ങളെ കണ്ടുമുട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ ബന്ധം കാത്തുസൂക്ഷിക്കണമെന്നും കോയാമുവും താനാളൂരിലെ തോട്ടുങ്ങൽ അബ്ദുവും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിൽ 87.94% വിജയം. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം എറണാകുളം ജില്ലയിൽ 136 സ്കൂളുകൾക്ക് 100% വിജയം. തിരൂരിൽ ദന്തൽ ക്ലിനിക്കിലും സൂപ്പർ മാർക്കറ്റിലും മോഷണം നടത്തിയ പ്രതിയെ തിരൂരിലെത്തിച്ച് തെളിവെടുത്തു. വിവിധ ജില്ലകളിലായി 140ഓളം മോഷണ കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി അഭിലാഷ് എന്ന കോട്ടത്തല രാജേഷിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. 100 വർഷങ്ങൾക്ക് ശേഷം തോട്ടുങ്ങൽ കുടുംബം പരസ്പരം കണ്ടു. താനാളൂരിൽ നിന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ജോലി ആവശ്യാർത്ഥം കോഴിക്കോട്ടേക്ക് പോയ ജമാലുവിന്റെ മക്കളാണ് രക്തബന്ധം തേടി തിരിച്ചെത്തിയത്. ജില്ലയിലെ ലഹരി വ്യാപനം തടയാൻ ലഹരി നിർമ്മാർജ്ജന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. മാഫിയകളുടെ അതിപ്രസരം തടഞ്ഞ് ജില്ലയെ ലഹരി മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ.
സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,96,092 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.2 ആണ്. ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 3,831 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.